350ഓളം ക്ഷേത്രങ്ങൾ നിർമ്മിച്ച പെരുന്തച്ചൻ പുരസ്കാരം നേടിയ ദേവദാസ് ആചാര്യാണ് ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത്. നമസ്കാരം. നമസ്തേ. അപ്പോൾ നമ്മൾ 350ഓളം ക്ഷേത്രങ്ങളും പിന്നെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ അതെല്ലാം ചെയ്തു വരുന്ന ഉണ്ടല്ലോ. അപ്പോൾ ഇതുവരെയുള്ള യാത്രേനെ പറ്റി പറയാമോ? ഞാനെൻ്റെ 18ാമത്തെ വയസ്സ് തുടങ്ങിയാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത്. എൻ്റെ അച്ഛൻ ഉണിക്കണ്ഠനാചാരി, അദ്ദേഹത്തിൽ നിന്നാണ് ജ്യോതിഷവും വാസ്തുവും പഠിക്കുന്നത്. ഞങ്ങൾ പരമ്പരാഗതമായിട്ട് ഈ അച്ഛനായിട്ടും അച്ഛനായിട്ടൊക്കെ ക്ഷേത്രവാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അച്ഛനിൽ നിന്നാണ് ജ്യോതിഷവും വാസ്തുവും പഠിച്ചത്. കേരളത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ ചെയ്യാനുള്ളതായ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറേ ക്ഷേത്രങ്ങളുണ്ട്. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, പിന്നെ ചേർത്തല കണിച്ചൂളങ്ങര ദേവീക്ഷേത്രം, ചെങ്കൽ ശിവപാർവതി ക്ഷേത്രം, പിന്നെ മുഹമ്മ ആര്യക്കര ക്ഷേത്രം, അങ്ങനെ എടുത്തു പറയാവുന്നതിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഇതെല്ലാം ഞാൻ തന്നെ ഡിസൈൻ ചെയ്യുകയും ഞാൻ തന്നെ അത് നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളതായ ക്ഷേത്രങ്ങളാണ്. അതല്ലാത്ത ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. പ്ലാൻ ഉണ്ടാക്കി കൊടുത്തിട്ട് മറ്റ് ശില്പിമാർ ചെയ്യുന്നതായ സമ്പ്രദായത്തിലുള്ള വേറെയും ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ഒരുപാട് ക്ഷേത്രങ്ങൾ അച്ഛനായിട്ടും എനിക്കും ഞാനായിട്ടും ഇതുവരെയും ചെയ്തു പോരുന്നു. എൻ്റെ ജീവിതത്തിൽ 35 വർഷമായിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ ഈ ഫീൽഡിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഇപ്പോൾ ചെങ്കൽ ക്ഷേത്രം, ശിവലിംഗം എന്നൊക്കെ പറഞ്ഞല്ലോ തിരുവനന്തപുരത്തെ, പിന്നെ വേറെ കുറേ ക്ഷേത്രങ്ങൾ പണിതു എന്നെല്ലാം പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ ഏറ്റവും വലുതായിട്ടുണ്ടായ ഒരു ചാലഞ്ച് എന്താണ്? കാരണം ഇപ്പോൾ ഈ ചെങ്കലിൽ ശിവലിംഗമൊക്കെ ഭയങ്കര ഉയരം കൂടിയതാന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഏറ്റവും വലിയ ചാലഞ്ച് എന്തായിരുന്നു ഇത്തരത്തിലുള്ള ഡിസൈൻസ് ഒക്കെ ചെയ്യുമ്പോൾ? ഇപ്പോൾ ചെങ്കൽ ശിവപാർവതി ക്ഷേത്രത്തിൻ്റെ പൂർണ്ണ രൂപകൽപ്പന ചെയ്തത് ഞാൻ തന്നെയാണ്. അവിടെ മഹേശ്വരം സ്വാമികളാണ് അതിൻ്റെ രക്ഷാധികാരി. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശവും എൻ്റെ വാസ്തുശാസ്ത്രപരമായ കാര്യങ്ങളും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് ആണ് ക്ഷേത്ര നിർമ്മിതി ചെയ്യുന്നത്. അത് ഉത്തമമായിരിക്കുന്ന ദ്രവ്യങ്ങളെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് കരിങ്കല്ലും മരവും ചെമ്പും അങ്ങനെയൊക്കെയുള്ളതായ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, അവിടെ ഒരു ശിവപ്രതിഷ്ഠ ചെയ്യണം, ശിവൻ്റെ ഒരു രൂപം ഉണ്ടാക്കണം എന്നുള്ളതായ രീതിയാണ്. അപ്പോൾ ശിവരൂപം ഉണ്ടാക്കുമ്പോൾ ഞാനതിന് അഭിപ്രായ വ്യത്യാസം പറയുകയും അതിനനുസരിച്ചിട്ട് പിന്നെ ശിവലിംഗമായിട്ടാണ് ഉണ്ടാക്കാൻ 111 അടി ഹൈറ്റിലുള്ള ശിവലിംഗമാണ് വിഭാവന ചെയ്തത്. അതിന് ഷഡാധാര സങ്കല്പത്തിൽ 6 ആധാര സങ്കല്പങ്ങളോട് കൂടിയിട്ട് ഉള്ളതായ 6 തട്ടുകളാണ്. 6 തട്ടുകളായിട്ട് അവസാനത്തിൽ കൈലാസം എന്നുള്ളതായ സങ്കല്പം, അതാണ് ആ ക്ഷേത്രത്തിൻ്റെ കൺസെപ്റ്റ്. അതിൽ ഭക്തജനങ്ങൾക്ക് കയറി ദർശനം നടത്താനൊക്കെ ഉള്ളതായ രീതിയിലുള്ളൊരു പ്ലാനാണ് ചെയ്തിരുന്നത്. അപ്പോൾ അത് ഞാൻ പ്ലാൻ വരച്ചു കൊടുത്തു. ചെയ്തത് വേറൊരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ചെയ്തത്. ക്ഷേത്രത്തിൻ്റെ നിർമ്മിതികളെല്ലാം എൻ്റെ സ്ഥപതി അസോസിയേറ്റ് എന്ന് പറഞ്ഞതായ സ്ഥാപനമാണ് ക്ഷേത്ര നിർമ്മിതികളെല്ലാം ചെയ്തു കൊടുത്തത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞല്ലോ, ഒരു ഡിസൈൻ കൊടുക്കുമ്പോൾ ഇപ്പോൾ സാറിൻ്റെ സൈഡിൽ നിന്നുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഈ ഡിസൈൻ വേണ്ട ആൾക്കാരുടെ സൈഡിൽ നിന്ന്, ഇപ്പോൾ ടെമ്പിളിൻ്റെ ഒക്കെ പ്രത്യേകിച്ച് അവിടുത്തെ ആൾക്കാർ, അവിടുത്തെ നാട്ടുകാരാണെങ്കിലും അല്ലെങ്കിൽ അവിടുത്തെ അധികാരികൾക്കാണെങ്കിൽ അവരുടേതായ കുറച്ച് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് എപ്പോഴും സാറിൻ്റെ ഡിസൈനായിട്ട് വ്യത്യാസം വരാറുണ്ടോ? അതങ്ങനെയല്ല. ഇതൊക്കെ ദൈവികമായ കാര്യങ്ങളാണ്. ഇത് നമുക്ക് അങ്ങനെ ഒന്നും നമുക്ക് സൃഷ്ടിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ ശില്പിയാണ് അല്ലെങ്കിൽ ഞാൻ സ്ഥപതിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിലൊരു സൃഷ്ടിയില്ല. മനസ്സിലായില്ലേ? നമ്മൾ അവിടെ ചെന്ന് നമ്മളുടെ ഇതനുസരിച്ച് ആചാരമനുസരിച്ച് അവിടെ ഒരു വിളക്ക് വെച്ച് ഒരു ഗണപതി പൂജ കഴിച്ച് നമ്മൾ ആ ഭഗവതിയെയും അല്ലെങ്കിൽ ആ ഭഗവാനെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ഉൾപ്രേരണ, ആ സംപ്രേര്യമാണത്വം എന്നുള്ളതായൊരവസ്ഥയുണ്ട്. ആ പ്രേരണ ഈശ്വരനാണ് നമുക്ക് തരുന്നത്, അല്ലെങ്കിൽ ആ ഭഗവതിയാണ് നമുക്ക് കാട്ടിത്തരുന്നത്. ആ ഭഗവതിയാണ് നമ്മളെ കൈപിടിച്ച് വരപ്പിക്കുന്നത്. ആ ഭഗവതിയാണ് ഇതിൻ്റെ രൂപം കാണിച്ചു തരുന്നത്. അല്ലാതെ നമുക്കൊരു കഴിവുമില്ല.
നമുക്ക് വരയ്ക്കുക അല്ലെങ്കിൽ അത് ചെയ്യിപ്പിക്കുക എന്നുള്ളതായ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്ഷേത്ര ഭാരവാഹികൾക്ക് ചിലപ്പോൾ ആശയങ്ങളുണ്ടാവും, എനിക്കും ആശയങ്ങളുണ്ടാവും. പക്ഷെ ഇതൊന്നും ആയിരിക്കില്ല അവിടെ നമ്മൾ ഭഗവാന്റെ മുമ്പിലോ അല്ലെങ്കിൽ ഭഗവതിയുടെ മുമ്പിലോ ചെന്നാൽ നമുക്ക് കിട്ടുന്ന ഇതൊന്നും അല്ല. വേറൊരു രൂപമായിരിക്കും ഭഗവതി നമുക്ക് കാണിച്ചു തരുന്നത്. അതെൻ്റെ ഡ്രോയിങ് ബോർഡിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി പൂജാമുറിയോട് കൂടി തന്നെയാണ് എൻ്റെ ഡ്രോയിങ് റൂം. നമ്മൾ അവിടെ ആ ഡ്രോയിങ് റൂമിൽ ഇരിക്കുമ്പോൾ നമ്മുടെ പരദേവതയെയും നമ്മുടെ ഗുരുവിനെയും ഈ പറയുന്ന ഭഗവതിയുടെയൊക്കെ അനുഗ്രഹത്തോടു കൂടി നമ്മൾ അന്നേരം നമ്മളെ കൈപിടിച്ച് വരപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അവിടുത്തെ പ്രായോഗികമാകുള്ളൂ. അല്ലാതെ അതിനപ്പുറത്ത് നമുക്ക് ഒന്നും ചെയ്താൽ അവിടെ ഒന്നും നടക്കില്ല. അതിന് ആ ഒരു ഉപാസന വേണം. ഗുരുഭക്തി ഈശ്വരം ധ്യായൽ വത് സത്യം ഭവിൽ ധ്രുവം എന്നാണ്. ഗുരുഭക്തിയോടും ഈശ്വരഭക്തിയോടും കൂടി എന്താണോ നമ്മൾ പറയുന്നത് അവിടെ അത് സത്യമായിട്ട് ഭവിക്കും. ഇതാണ് പറയുന്നത്. അതേ അവിടെ നടക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മൾക്ക് ഒരു പ്രേരണയുണ്ടെങ്കിൽ മാത്രമേ ആ ക്ഷേത്രത്തിൽ ചെന്ന് പെടുകയുള്ളൂ. അപ്പോൾ കൊടുങ്ങല്ലൂർ ഉണികണ്ഠനാചാര്യരുടെ മകൻ ദേവദാസാചാരി ആ ക്ഷേത്രത്തിൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ അതൊരു പ്രേരണയായിട്ടാണ് അവിടെ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു നെയിം ബോർഡില്ല, നെയിം സ്ലിപ്പില്ല, ലെറ്റർ പേഡില്ല, അതുപോലെ ബോർഡില്ല, പരസ്യമില്ല. ഇത് ജനങ്ങൾ അറിഞ്ഞിട്ട് വരുന്നതായ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ നമ്മളെ അന്വേഷിച്ച് വരും. അങ്ങനെ വരുന്നവർക്കാണ് യാഥാർത്ഥ്യമായ ഫലം കിട്ടുകയുള്ളൂ. അല്ലാത്തതായ രീതിയിൽ നമ്മൾ പല രീതികളും ഇന്ന് അനുവർത്തിക്കുന്നുണ്ട്. ആ അനുവർത്തനങ്ങളൊന്നും ദേവൻ അംഗീകരിക്കില്ല.